ഹലോ ICL ഹൗസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസ് എപ്പിസോഡ് 16-ൽ പാനി തന്നെ തയ്യാറാക്കാൻ പറ്റിയ സ്റ്റഫ് ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, എന്നാൽ കിടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ഇതിനായിട്ട് ആദ്യം 1 കപ്പ് നേരിയ ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ ഈസ്റ്റ്, ഞാനിവിടെ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ പാലിൽ ഞാൻ ആദ്യം മിക്സ് ചെയ്യുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഷുഗറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫെർമെൻ്റ് ആവാൻ വെക്കണം. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ നേരിട്ട് മാവി ചേർത്ത് കുഴയ്ക്കാൻ ഞാൻ മുമ്പൊക്കെ പല റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയേ. പിന്നെ ഇവിടെ 2 കപ്പ് മാവ് എടുക്കുക, ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, പിന്നെ ആവശ്യത്തിന് സ്വല്പം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം, ബട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഓയിൽ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ ഫെർമെൻ്റായ പാലും ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് സ്വല്പമായിട്ട് ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിത് കുഴച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ച് വെച്ചു. ഇത് റൈസ് ആവാൻ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു ടവലോ ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെപ്പർ, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ സ്വല്പം ഉപ്പ് എന്നിവ ചേർത്ത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ, അപ്പോൾ അതനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിത് നന്നായി ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ ആയിട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ നമുക്ക് 1 സവാളയും 1/2 ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് ഇട്ട് സ്വല്പം ഉപ്പും പെപ്പറും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വല്ലാതെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ, മാറ്റി വെക്കുക. പിന്നെ ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് മയോണൈസ് 1 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ ഒന്ന് പഞ്ച് ഔട്ട് ചെയ്ത് ഇതുപോലൊരു റോളിംഗ് ബോർഡിൽ മാവ് ഡസ്റ്റ് ചെയ്ത് മാവ് അതിലേക്ക് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ മാവ് ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇത് നമ്മൾ 5 പോർഷൻ, ഏകദേശം 5 ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ബണ്ണായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു പാനിൽ എണ്ണ ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കണേ. ഇപ്പോൾ നമ്മൾ 5 പോർഷനാക്കി. എന്നിട്ട് ഓരോ പോർഷൻ ഇതുപോലെ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ചിട്ട് ഫില്ലിംഗ് ഇതുപോലെ ഏകദേശം ഈക്വൽ ആവാൻ നോക്കണേ, പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് നന്നായി ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒന്ന് അതിൻ്റെ ചുറ്റുമുള്ള മാവൊക്കെ വെച്ച് ഇങ്ങനെ നന്നായി സീൽ ചെയ്തെടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ കംപ്ലീറ്റ്ലി സീൽ ചെയ്തെടുക്കുക. കണ്ടോ, ഞാൻ ഈ ഫില്ലിംഗ് വെച്ച് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് നന്നായി ഫില്ല് ചെയ്ത് സീൽ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക. ഇപ്പം ബാക്കിയുള്ള മാവുകളും ഇതുപോലെ തന്നെ ഫില്ലിംഗ് വെച്ചിട്ട് ബണ്ണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഷേപ്പ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് കുറച്ച് തണുത്ത പാല് ഇതിൻ്റെ മേളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വേറൊന്നിനുമല്ല, വെള്ള എള്ള് ഇതിൻ്റെ മേളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനാണ്. അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ബ്രഷ് ചെയ്യേണ്ട കേട്ടോ. അപ്പം ഞാൻ സ്വല്പം തണുത്ത പാല് മേലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വെള്ള എള്ള് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്, ബണ്ണായോണ്ട്, ചിക്കൻ ബണ്ണായോണ്ട്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, കറുത്ത എള്ളാണേലും സ്പ്രിങ്കിൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടല്ലോ പാനിൽ, അതിലേക്ക് ഒരു 4 ബണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്യാവൂ. വളരെ എളുപ്പത്തിൽ ഇത് കുക്കാവും. ഒരു ഭാഗം കുക്കാവുമ്പം മറ്റേ ഭാഗം മറിച്ച് കൊടുക്കുക. ഇത് നന്നായി കുക്കായെന്ന് അറിയുമ്പം ഇത് മെല്ലെ എടുത്ത് ഒരു ടിഷ്യൂ ഇട്ട് ഒരു ബാസ്ക്കറ്റിലേക്ക് മാറ്റുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മുടെ അടിപൊളി ഫ്രൈഡ് സ്റ്റഫ് ചിക്കൻ ബൺ ഇവിടെ റെഡിയായി. ഇത് സൂപ്പർ സോഫ്റ്റ് ആൻഡ് യമ്മ കേട്ടോ. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് എണ്ണ പിടിച്ച പോലെ ഇരിക്കും. ഒരു തുള്ളി പോലും ഇതിൽ എണ്ണ കിട്ടില്ല കേട്ടോ. അതുപോലെ ശരിക്കും ബേക്ക് ചെയ്ത ബണ്ണ് പോലെ ഇരിക്കും. എന്നാൽ കിടു ടേസ്റ്റാണ് ബേക്ക് ചെയ്ത ബണ്ണിനേക്കാളും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് കണ്ടോ, എന്ത് യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു
അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സി സേഫ്.